അമ്മ മാതാവിന് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് ജോസഫ് ആൻ്റണി, എൻ്റെ ഭാര്യ സെലിൻ, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഇവിടെ വന്ന് നിൽക്കാനുള്ള മെയിൻ കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാരമായിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. 2015 എൻ്റെ മാതാപിതാക്കന്മാർ അവർ താമസിച്ചുകൊണ്ടിരുന്നത് മൈസൂരിലായിരുന്നു. അവിടെ രാത്രിയിൽ കള്ളന്മാർ കയറി ചാച്ചനെ അമ്മയെ അടിച്ചിട്ട് അമ്മയുടെ കഴുത്തിലെ മാലയെല്ലാം എടുത്തുകൊണ്ട് പോയി. അവരെ ഒത്തിരി ഉപദ്രവിച്ച്. അന്ന് ഞങ്ങൾ മക്കളെല്ലാവരും വിദേശത്തായിരുന്നു. അവർ ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവിടുന്ന് കയറി വന്നു. ചാച്ചനെ അമ്മയെ അവിടുന്ന് മൈസൂരിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരി കൊണ്ടുവന്നു. അവർക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഒത്തിരി ഉപദ്രവമൊക്കെ ചെയ്തായിരുന്നു. അവർ വല്ലാത്തൊരവസ്ഥയിലായി. ഇപ്പോൾ മാനസികാവസ്ഥ അവർ വല്ലാതെ തകർന്നു. അവർക്കിനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജായി. അവരെന്നോട് പറഞ്ഞു ആ സ്ഥലം എങ്ങനെയും വിൽക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ച് ഓസ്ട്രേലിയക്ക് പോയിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ മൈസൂരിന് പോയിട്ട് അവർ ആ സ്ഥലം എൻ്റെ പേരിൽ പവർ ഓഫ് അറ്റർണി തന്നു. അത് വിൽക്കാനുള്ള അവസ്ഥയിൽ തിരിച്ച് ഞാൻ അവരെ ഇവിടെ കൊണ്ടുപോയി നാട്ടിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഓസ്ട്രേലിയക്ക് പോയായിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് സ്ഥലത്തിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. അതിൻ്റെ ആൾക്കാർ വന്ന് 10 ലക്ഷം രൂപ ചാച്ചൻ്റെ അമ്മയുടെയും കയ്യിൽ ചങ്ങനാശ്ശേരി കൊണ്ട് കൊടുത്തു. ബാക്കി 1,35 ലക്ഷം രൂപ തരേണ്ട പൈസയിൽ 25 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് തന്നു. ബാക്കി 1,10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കൂടിയാണ് അവർ തരത്തുള്ളതെന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമായി. അതിന് ഞങ്ങൾ പോയി. രജിസ്ട്രേഷന് മുമ്പ് അവർ പറഞ്ഞു 1,10,000 രൂപ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ടാക്സ് അടച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചങ്ങനാശ്ശേരിയിൽ അവർക്ക് വീടും സ്ഥലമൊക്കെ എടുത്തു കൊടുത്തു. അവർ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഞാൻ തിരിച്ച് കയറിപ്പോയി. അത് കഴിഞ്ഞ് 2017 എനിക്ക് മംഗലാപുരത്ത് എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ അവിടുത്തെ അഡ്രസ്സിൽ എനിക്കൊരു ടാക്സിൻ്റെ ഒരു നോട്ടീസ് വന്നു. ഞാൻ ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടുപോയി ചാർട്ടർ അക്കൗണ്ടിലേക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ട, കുറേ പേപ്പറുകൾ എന്നെക്കൊണ്ട് സൈൻ ചെയ്യിച്ചു. അവർ പറഞ്ഞു ബാക്കി കാര്യം അവർ നോക്കുള്ളൂ, ഇനിയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവരുടെ ഫീസും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ആ ടാക്സ് ചാർട്ടർ അക്കൗണ്ടുകാരന് എന്ത് ചെയ്തു, പുള്ളിയുടെ ഇമെയിൽ അഡ്രസ്സിലാണ് പുള്ളി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരുന്നത്. ടാക്സ് ഓഫീസിൽ നിന്നുള്ള നോട്ടീസുകളെല്ലാം പുള്ളിയുടെ ഇമെയിലാണ് ചെന്നിട്ടിരുന്നത്. ഈ 2024 ജനുവരി മാസത്തിൽ എനിക്കൊരു വലിയ എമൗണ്ടിൻ്റെ ഒരു നോട്ടീസ്, അതായത് 64 ലക്ഷം രൂപയും ഞാൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഫൈനൽ നോട്ടീസ് എൻ്റെ തോട്ടത്തിൽ എനിക്ക് വന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഞാൻ വിളിച്ചപ്പം ഇവിടെ ഫോൺ എടുത്ത സിസ്റ്റർ പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അച്ഛന് ഇമെയിൽ അയച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇമെയിൽ അയച്ചത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അയക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ അച്ഛനും ഇവിടുത്തെ കൃപാസനത്തിലെ അഡ്രസ്സിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചു. അത് കഴിഞ്ഞ് ജനുവരി മാസത്തിൽ ഒരു 20-ാം തീയതി ആയപ്പോഴത്തേക്ക് ചാച്ചന് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസായി. പ്രായത്തിൻ്റേതായിട്ട് ബുദ്ധിമുട്ടും എമർജൻസിയിൽ ICUലായി. ഞാൻ അവിടുന്ന് ജനുവരി 28-ാം തീയതി, ഈ വർഷം ജനുവരി 28-ാം തീയതി ഞാൻ അവിടുന്ന് കയറിപ്പോന്നു. ഇതിനു മുമ്പ് ഞാൻ 2022 മുതൽ ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി. ഞാനൊന്നും ചെയ്യാത്തതാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ വന്നു ഫെബ്രുവരി മാസം 2-ാം തീയതി ഞാനിവിടെ നേരിട്ട് വന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്ന് അച്ഛനെ കാണണമെന്നൊരാഗ്രഹത്തിൽ ഞാൻ അവിടെ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ടാക്സ് അടയ്ക്കേണ്ട ഇതാണല്ലോ, നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അകത്ത് കയറി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രദറിനോട് പറഞ്ഞു എനിക്ക് ജസ്റ്റ് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ എനിക്ക് ചീട്ട് തന്നു. ഞാൻ ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു. എൻ്റെ കയ്യിലിരുന്ന ടാക്സിൻ്റെ പേപ്പർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചു. കാശ് രൂപ എൻ്റെ തന്നിട്ട് പറഞ്ഞു മോനെ ധൈര്യത്തിൽ പൊയ്ക്കോ, അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആണ് എൻ്റെ വൈഫ് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്ന അച്ഛനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു ചോദിച്ചു. അച്ഛൻ പറഞ്ഞു മാതാവ് കൂടെയുണ്ട്, മോൻ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു വിഷമിക്കേണ്ട, അമ്മ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക്
എൻ്റെ ബ്രദറിലോ കോഴിക്കോട്ട് നിന്ന് വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഈ ടാക്സിൻ്റെ പേപ്പർ നോക്കിയ എല്ലാ ചാർട്ടർ അക്കൗണ്ടന്മാരും പറഞ്ഞു ഈ 64 ലക്ഷം രൂപ അടയ്ക്കാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജപ്തി നോട്ടീസിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് തളർന്നുപോയി. ഈ തിരിനടയ്ക്കുന്നുണ്ട് നെഞ്ചത്ത് അടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. അമ്മയുടെയും പറഞ്ഞു, അമ്മേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ മെറിറ്റും ഇല്ല, ഞാൻ 0 ക്രെഡിറ്റിൽ നിൽക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, അമ്മ എന്നോട് വരണമെന്ന് പറഞ്ഞു. അന്നേരം നട്ടാ ഉച്ച 3 മണി സമയം എന്നെ വെട്ടി വിശർക്കുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ് തിരികെയും ഞാൻ ഐസ് പെട്ടിക്കകത്ത് കയറി നിൽക്കുന്ന പോലെ, ഫ്രീസറിനകത്ത് കയറി നിൽക്കുന്ന പോലെ ഒരു അനുഭവം, ഐസിൽ പൊതിഞ്ഞ പോലെ ഞാൻ നിന്നുപോയി. എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്ന്. എൻ്റെ ശരീരത്തിൽ വെട്ടി ഒഴുകിക്കൊണ്ടിരുന്ന ആ വേർപ്പ് പോലും പിന്നെ കാണാനില്ല. അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ചാർട്ടർ അക്കൗണ്ടന്മാരെല്ലാവരും കൈ ഒഴിഞ്ഞു, നമ്മൾ ഈ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് വിശ്വാസമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാനിവിടുന്ന് പോയി ചങ്ങനാശ്ശേരി അടുക്കുന്ന മുമ്പേ എനിക്ക് അങ്ങോട്ട് പനി കൊണ്ടു, ഭയങ്കരമായിട്ട് നടുവേനയും പനിയും. വീട്ടിൽ ചെന്ന് 2 ദിവസം അങ്ങ് കിടപ്പായി. പക്ഷേ ഇതിനിടയ്ക്ക് വീണ്ടും എൻ്റെ ബ്രദറിലോ വിളിച്ച് പറഞ്ഞു, ഒരു ചെറിയൊരു മിന്നൽ പോലെ നമുക്കൊരാൾ വന്നിട്ടുണ്ട്, ഒരു CA-കാരൻ്റെ മേളിലുള്ള FCA-കാരനാണ്, പുള്ളി നോക്കട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയുടെ ഓഫീസിൽ ചെന്നു. അവിടെ സ്റ്റാഫ് ഒത്തിരി പേര് നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഇവിടുത്തെ ഉപ്പ് ആയിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ ഉപ്പ് ഞാൻ എവിടെ ഇടണം, എവിടെ നിന്ന് പ്രാർത്ഥിക്കണം പോലും എനിക്കറിയത്തില്ല, വല്ലാത്തൊരു വിഷമം പോലെ. ഞാൻ ഉപ്പെടുത്ത് കയ്യിലെടുത്തു, എനിക്കൊരു കസേര കെട്ടി ആ മൂലയ്ക്ക് ഇരുന്നു. ആ മൂലയ്ക്ക് ആ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, ഞാൻ അകത്ത് കയറി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു, പേപ്പറെല്ലാം കൊടുത്തു. പുള്ളി പറഞ്ഞു, ഉറപ്പൊന്നും വെക്കണ്ട, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കേണ്ട അടച്ചേ പറ്റൂ, പക്ഷേ നമുക്കൊരു സാവകാശം ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ, സാവകാശമെങ്കിൽ മതി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അടയ്ക്കാം, പക്ഷേ ഇപ്പോൾ ഈ ഒറ്റയടിക്ക് എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു സാവകാശം കിട്ടണം. അങ്ങനെ പുള്ളി പറഞ്ഞ പ്രകാരം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തു. തിരിച്ച് ഞാൻ അവിടുന്ന് 22-ാം തീയതി ഇവിടെ വീണ്ടും വന്നു. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ ആൾക്കാർ പറഞ്ഞു, തിരിച്ച് കയറി പോകുന്നതാണെങ്കിൽ നമുക്ക് അച്ഛനെ ഒന്നുകൂടെ കാണാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എയർ ടിക്കറ്റ് എല്ലാം കാണിച്ചു. ഇവിടെ വന്ന് അച്ഛനെ വീണ്ടും കണ്ടു. വീണ്ടും അതേ പേപ്പർ ഞാൻ ഇവിടെ കൊടുത്തു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അമ്മ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം. എന്നാലും അതിനിടയ്ക്ക് ഒരു ചെറിയൊരു അവിശ്വാസം എൻ്റെ മനസ്സിൽ കടന്നു പോകാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനടുത്ത് പ്രാർത്ഥിച്ച്. അച്ഛൻ പറഞ്ഞു, ധൈര്യത്തോടെ വയ്ക്കുക മോനെ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പോയി ഓസ്ട്രേലിയയിൽ ചെന്നു. ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടുന്ന് എടുത്തത് ഞാൻ തുടങ്ങി പോലില്ല. അവിടെ ചെന്ന് മാർച്ച് മാസം 13-ാം തീയതി വരെ, അതിനു മുമ്പ് വീണ്ടും എനിക്ക് ടാക്സിൻ്റെ പേപ്പറുകളെല്ലാം വരാൻ തുടങ്ങി എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്കും ഫോണിലേക്കും. എനിക്കത് കണ്ടപ്പോൾ ആകപ്പാടെ വിഷമമായി, പ്രയാസമായി. അവസാനം അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. ഇവിടുന്ന് എൻ്റെ കസിൻസ് വേണ്ടി പേപ്പറുകളെല്ലാം കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. അവസാനം മാർച്ച് 13-ാം തീയതി ഞാൻ ഉടമ്പടി തുടങ്ങി. അത് തുടങ്ങി ഈസ്റ്ററിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ, ഈസ്റ്ററിൻ്റെ ആ ബുധനാഴ്ചയോ വ്യാഴാഴ്ച എന്ന് തോന്നുന്നു, എനിക്ക് ഇമെയിൽ വന്നു. ആ ഇമെയിലിനകത്ത് 3 നോട്ടീസാണ് കൊടുത്തിരുന്നത്. ആദ്യത്തെ നോട്ടീസിനകത്ത് കൊടുത്തിരുന്നത് ഞാൻ എല്ലാം കൂടെ ചേർത്ത് 68 ലക്ഷം രൂപ പ്ലസ് 2% ടാക്സ് ഉൾപ്പെടെ ഞാൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആദ്യത്തെ നോട്ടീസ് കണ്ടപ്പോഴേ ഞാൻ പിന്നെ ഇമെയിൽ ഒന്നും തുറന്നില്ല. ഞാനൊന്ന് ഒത്തിരി കരഞ്ഞു. എന്നിട്ട് ഞാൻ ഉടമ്പടി തുടങ്ങിയത് ഞാൻ മുടക്കിയില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തു, പ്രാർത്ഥിച്ചു. ആ വന്ന നോട്ടീസ് ഞാൻ ഞങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടിനും എൻ്റെ ബ്രദറിലോയ്ക്കും അയച്ചു കൊടുത്തു. പക്ഷേ ഞാൻ ആ നോട്ടീസ് അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ ചാർട്ടർ അക്കൗണ്ട് പറഞ്ഞു, ഞാൻ യാത്രയിലാണ്, ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സമയം വ്യത്യാസം 5.5 മണിക്കൂറുണ്ട്. പുള്ളിക്കാരന് എനിക്ക് ഓസ്ട്രേലിയൻ സമയം വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. നീ ഭാഗ്യമുള്ള മകനാണ്, ദൈവം ഇടപെട്ടിട്ടുണ്ട്, നിൻ്റെ ടാക്സ് മൊത്തം 0 ആക്കിക്കൊണ്ടാണ് ഇൻകം ടാക്സുകാർ നിനക്ക് അത് അനുവദിച്ച് തന്നിരിക്കുന്നു പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എൻ്റെ കസിൻസ് വിളിച്ചു പറഞ്ഞു, വൈഫിൻ്റെ അടുത്ത് ഇതുപോലെ അവർ ഇൻകം ടാക്സ് ഓഫീസർ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല, 0% ആയിട്ട് നമുക്ക് ആക്കി.
ഞാനിവിടെ വന്നത് മെറിറ്റും ഇല്ല ഒന്നുമില്ലാതെ 0 ക്രെഡിറ്റിൽ ഞാൻ വന്ന ഇവിടെ എന്നെ ഈ അമ്മയുടെ സന്നിധിയിൽ നിർത്തിക്കൊണ്ട് അമ്മ എനിക്ക് 0 ബാലൻസ് ആക്കി തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു ചില എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുൻദേഷ്യം, എടുത്തിയാട്ടം. ഞാൻ പണ്ട് മദ്യപിക്കുമായിരുന്നു. ഇപ്പം മദ്യപാനം നിർത്തിയിട്ട് 7 വർഷത്തോളമായി. പുകവലിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ശാന്തിയും സമാധാനം, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ട്. പ്രേക്ഷിത വേല ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ ക്യാൻസർ പേഷ്യൻസ് വേണ്ടി ഒരു സിസ്റ്റർമാർ നടത്തുന്ന മഠത്തിലേക്ക് കുറേ പൈസ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ അമ്മ മതമുഖാന്തരം എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യമാണ് ഇത്. ഇനിയുണ്ട്. ഞാൻ മൊത്തം 5 കാര്യങ്ങൾ എഴുതിയിരുന്നത്. അത് ആദ്യത്തെ കാര്യത്തിൽ ഉടമ്പടി ഞാൻ എടുത്ത് 1 മാസം തികയുന്ന മുമ്പേ അമ്മ എനിക്കത് 0 ബാലൻസ് ആക്കി തന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു.